നമ്മുടെ കേരളം എക്കാലവും ലോകത്തിനും രാജ്യത്തിനും മാതൃകയാണ്. സമൂഹത്തിൽ അവശത അനുഭവിക്കുന്നവരെ നമ്മൾ ഹൃദയത്തോട് ചേർത്ത് നിർത്തും. ആ ചേർത്ത് നിർത്തലിൻ്റെ ആത്മവിശ്വാസത്തിൽ ഏത് പരിമിതികളും മറികടന്ന് അവർ ഉയരെ കുതിക്കും. അത്തരമൊരു കുതിപ്പിൻ്റെ കഥ സ്കൂൾ ഒളിമ്പിക്സ് തലസ്ഥാനത്ത് നടക്കുമ്പോൾ പങ്കുവെക്കാനുണ്ട്. മറ്റൊന്നുമല്ല, ഒളിമ്പിക്സ് മാതൃകയിൽ സംഘടിപ്പിക്കുന്ന ഏഷ്യയിലെ തന്നെ കുട്ടികളുടെ കായിക പങ്കാളിത്തമുള്ള ഏറ്റവും വലിയ മത്സര മാമാങ്കത്തിൽ സവിശേഷമായ വെല്ലുവിളി നേരിടുന്ന കുട്ടികൾക്കും അർഹമായ അവസരം നൽകുന്നു എന്നുള്ളതാണ്. 2024 എറണാകുളത്ത് വെച്ച് നടന്ന കേരള സ്കൂൾ കായികമേളയിലാണ് ആദ്യമായി ഇൻക്ലൂസീവ് സ്പോർട്സ് ഉൾപ്പെടുത്തിയത്. അതിനായി പൊതുവിദ്യാഭ്യാസ വകുപ്പ് തയ്യാറാക്കിയ മാനുവൽ ഉൾപ്പെടുന്ന കായിക ഇനങ്ങളിൽ 5 എണ്ണമായിരുന്നു ആദ്യഘട്ടത്തിലുണ്ടായിരുന്നത്. ഫുട്ബോൾ, ഹാൻഡ്ബോൾ, ഷട്ടിൽ ബാഡ്മിൻ്റൺ എന്നീ ഗെയിമുകളും അത്ലറ്റിക്സുമായിരുന്നു അവ. ഇത്തവണ 2 ഇനങ്ങൾ കൂടി ഉൾപ്പെടുത്തി: ക്രിക്കറ്റും ബോച്ചയും. 2 കാറ്റഗറികളിലായി ആൺകുട്ടികളുടെ ജില്ലാ ടീമുകളാവും ക്രിക്കറ്റിൽ മത്സരിക്കുക. സംഘം ചേർന്ന് കളിക്കാവുന്ന ബോച്ചെ പെൺകുട്ടികൾക്കായാണുള്ളത്. ഭിന്നശേഷി കുട്ടികളുടെ സമഗ്ര വികാസത്തിൽ സുപ്രധാനമാണ് ഉൾച്ചേർക്കൽ അഥവാ ഇൻക്ലൂസീവ് വിദ്യാഭ്യാസം. സംസ്ഥാനത്ത് നിലവിൽ പൊതുവിദ്യാലയങ്ങളിൽ ഇത്തരം കുട്ടികൾക്ക് പ്രത്യേകം പ്രാധാന്യം നൽകുന്നുണ്ട്. അതിൻ്റെ തുടർച്ചയാണ് ഈ തീരുമാനവും. കഴിഞ്ഞ വർഷം 14 ജില്ലകളിൽ നിന്നായി 1600 ഭിന്നശേഷി കുട്ടികളാണ് മത്സരങ്ങളിൽ പങ്കെടുത്തത്. ഒളിമ്പിക്സ് മാതൃകയിൽ കേരള വിദ്യാഭ്യാസ വകുപ്പ് നടത്തുന്ന സംസ്ഥാന സ്കൂൾ ഗെയിംസിൽ ചരിത്രത്തിലാദ്യമായി ഇൻക്ലൂസീവ് സ്പോർട്സ് കൂടെ ഉൾപ്പെടുത്തുന്ന സാഹചര്യം ഉണ്ടായി. ഭിന്നശേഷിക്കാരായിട്ടുള്ള കായിക താരങ്ങളെ ചേർത്ത് പിടിച്ചുകൊണ്ട് അവർക്ക് പിന്തുണ നൽകുന്നതിന് വേണ്ടിയാണ് അങ്ങനൊരു നിലപാട് സ്വീകരിച്ചത്. സാധാരണഗതിയിൽ ഭിന്നശേഷിക്കാരായിട്ടുള്ള കായിക താരങ്ങൾ വേറെ രൂപത്തിലാണ് അവരുടെ മത്സരങ്ങൾ നടത്തുന്നത്. ആരാലും ശ്രദ്ധിക്കപ്പെടാതെ മത്സരങ്ങൾ നടക്കുന്നു. അതിലെ കായിക പ്രതിഭകളെ കണ്ടെത്തുന്നതിന് വേണ്ടി കഴിയുന്നില്ല. അവർക്ക് ആവശ്യമുള്ള പ്രോത്സാഹനം കൊടുക്കുന്നില്ല. മറിച്ച് ചരിത്രത്തിലാദ്യമായിട്ടാണ് ഇങ്ങനെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് ഇങ്ങനെ ഒരു സമീപനം സ്വീകരിക്കുന്നതിന് വേണ്ടി തയ്യാറായത്. സാധാരണ ഉള്ള കായിക താരങ്ങളോടൊപ്പം തന്നെ ഈ വിദ്യാർത്ഥികളെ ഉൾപ്പെടുത്തിയാണ് മത്സരം നടത്തുന്നത്. കഴിഞ്ഞ വർഷം അവർക്ക് വലിയ ആവേശമായിരുന്നു. ലോക ഒളിമ്പിക്സിൽ പോലും 2ആയിട്ടാണ് നടത്തുന്നത്. പക്ഷേ നമുക്ക് കേരളത്തിൽ ഇത് ഒരേ രൂപത്തിൽ തന്നെ ചേർത്ത് പിടിക്കുന്നതിന് വേണ്ടി കഴിഞ്ഞു എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. ഈ മാസം 22 മുതൽ തിരുവനന്തപുരത്ത് നടക്കുന്ന മേളയിൽ പുതിയ ഇനങ്ങൾ കൂടി വന്നതോടെ 2000-ഓളം ഭിന്നശേഷി കുട്ടികൾ മത്സരിക്കും. ശാരീരികവും മാനസികവും സാമൂഹികമായ ശേഷികളെ ഉയർത്തിക്കൊണ്ടുവരാൻ മേളയ്ക്കാവും. 11 ക്രിക്കറ്റ് ടീമിൽ 10 കുട്ടികൾ ഭിന്നശേഷി കുട്ടികളായിരിക്കണം. 10 ഓവറാകും മത്സരം. 14 വയസ്സിന് താഴെയുള്ളവർ ജൂനിയർ കാറ്റഗറിയിലും അതിന് മുകളിൽ പ്രായമുള്ളവർ സീനിയർ കാറ്റഗറിയിലും കളിക്കും. ടെന്നീസ് ബോളാകും ഉപയോഗിക്കുക. കാലുകൾക്ക് സ്വാധീനക്കുറവുള്ളവർക്ക് സ്റ്റാൻഡ് ബൈ റണ്ണറുടെ സഹായം അനുവദിക്കും. ടീമിലെ ജനറൽ കുട്ടിക്ക് വിക്കറ്റ് കീപ്പറായി മാത്രമേ കളിക്കാനാവൂ. 7ാമത്തെ ഓവറിന് ശേഷമോ 9ാമത്തെ ബാറ്റ്സ്മാനായോ ജനറൽ കുട്ടിക്ക് സാന്നിധ്യം അറിയിക്കാം. പഴക്കം ചെന്ന കളിയാണ് ബോച്ചെ. ഒരു കൈ ഉപയോഗിച്ച് പന്ത് തട്ടാവുന്ന ഭിന്നശേഷി കുട്ടിക്ക് മത്സരത്തിൽ പങ്കെടുക്കാം. ഇതിനായി കളി നിയമത്തിൽ ചില മാറ്റങ്ങൾ വരുത്തിയാണ് മാനുവൽ തയ്യാറാക്കിയത്. അതിനാൽ ശാരീരിക മാനസിക വെല്ലുവിളികൾ നേരിടുന്നവർ, കാഴ്ച കേൾവി പരിമിതർ എന്നിവർക്ക് പൊതുവിഭാഗം കുട്ടികൾക്കൊപ്പവും മാറിയും മത്സരിക്കാം. ഇതിനായി ഭിന്നശേഷി സൗഹൃദ കോർട്ട് തയ്യാറാക്കും. കായികമേളകൾ ജനങ്ങളെ ഒരുമിപ്പിക്കുവാനുള്ള ഉദാത്തമായ ഒരു സാമൂഹ്യ സാധ്യതയാണ്. അതുകൊണ്ട് തന്നെ സവിശേഷമായ വെല്ലുവിളി നേരിടുന്ന കുട്ടികൾക്കും ഈ കായിക മാമാങ്കത്തിൽ അവസരം നൽകുന്നത് തുല്യ അവസരമെന്ന ഉദാത്തമായ ലക്ഷ്യത്തിലേക്കുള്ള നമ്മുടെ പ്രയാണത്തിന് കുതിപ്പ് പകരുമെന്നത് തീർച്ച.